ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. യെസ്. ഓക്കെ. ടൈലർ ഹെഡ് കുറച്ച് ദിവസമായിട്ട് പാളുന്നല്ലോ. ഓക്കെ. ഫസ്റ്റ് കിഴി മന്ദാകിനി. വിനോദ് ലീല സംവിധാനം ചെയ്യുന്ന മന്ദാകിനി സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് 24. യെസ്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ക ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ്. ഉറപ്പല്ലേ? അൽത്താഫും അനാർക്കലിയും മരിക്കാറും. ഓക്കെ. നമ്മുടെ സ്വന്തം അനാർക്കലി. യെസ്. ഓക്കെ. ഞാൻ വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു പോയിരുന്നു. നമ്മുടേന്ന് പറയാതെ ഇനി അവൻ്റേന്ന് മാത്രം പറയുമെന്ന്. അങ്ങനെയാണെങ്കിൽ എടാ, എനിക്ക് ആളോടുള്ള ഇഷ്ടം പോലെ നിന്നോടുണ്ടല്ലോ. അപ്പോൾ നിന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ശരി 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 ഇതല്ലായിരുന്നല്ലോ അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന. അല്ല, കൂടുതൽ എനിക്ക് അനാർക്കലിയോടാണെന്ന്. ഓക്കെ, ശരി. മാർക്കോ സിനിമയുടെ 3-ാം ഷെഡ്യൂള് പാക്കപ്പ് ആയിട്ടുണ്ട്. ഒരു പോസ്റ്റർ ഇന്നലെ വിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് കിട്ടില്ല പോസ്റ്റർ ആയിരുന്നു കേട്ടോ. അതായത് മരം മുറിക്കുന്ന മിഷൻ, ഫുള്ള് ബ്ലഡ് ഒക്കെ ആയിട്ട് ആരുടെ കയ്യും കാലം എടുത്തിട്ട് വെട്ടിക്കളഞ്ഞിട്ട് പോയി. I don't like violence. ഓ, എന്താണെങ്കിലും സിദ്ദീഖ് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. സിദ്ദീഖ് ഇല്ലാണ്ട് പരിപാടി നടക്കൂലല്ലോ. സിദ്ദീഖിനെ കുറിച്ച് എവിടെയൊക്കെ പേര് പരാമർശിച്ചോ അപ്പം എൻ്റെ മനസ്സിലേക്ക് നമ്മുടെ ഗരുഡൻ സിനിമയിലെ ഡയലോഗ് വരും, നീ എൻ്റെ അത്ര നല്ല നടനല്ലല്ലോ. സത്യം, എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് അതിന് ശേഷം അതാ മിഥുൻ്റെ എഴുത്തല്ലത്, മിഥുൻ ഓമ്പി ഡയലോഗായി പോയി. ഓക്കെ. അടുത്ത കിഴി SRK അനിരുദ്ധ് കോംബോ വീണ്ടും. കിങ് സിനിമയിൽ നമ്മുടെ അനിരുദ്ധ് മ്യൂസിക് ചെയ്യും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കേട്ടോ. അതായത് ജവാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ലാസ്റ്റ്, അതായത് ആദ്യമായിട്ടും SRKക്ക് വേണ്ടി അനിരുദ്ധ് മ്യൂസിക് ചെയ്തത്. പിടിച്ചു പോയിന്ന് തോന്നുന്നു. അടുത്തത് ചെറുകനെ കൈദി സിനിമയുടെ റിലീസ് മെയ് 25 ഹൈദരാബാദ്. പോയാലോ? വെറുതെ രസമല്ല തിയേറ്ററിൽ. അതുകൊണ്ടല്ലോ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം. ഇവിടെ ചെയ്യണ്ടേ? ചെയ്യുമ്പോഴല്ലേ ഇപ്പൊ നോക്കിയിരുന്നത്. ഓക്കെ. എന്തായാലും 25 നമ്മുടെ കാർത്തിൻ്റെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ഓക്കെ. അടുത്ത കിഴി മാസ്ക് സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽസ് വന്നിട്ടുണ്ട്. അതെ, ആൻഡ്രിയ ജെർമിയ പിന്നെ കവിൻ, ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമയാണ്. ഓക്കെ. അടുത്തത് ഒമർ ലുലു ഫൺ. യെസ്. സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഇന്ന് 6 മണിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം അടുത്ത ഒമർ ലുലുവിന്റെ എന്താണ് ടൈറ്റിൽ എന്ന് അറിയാം. അതെ, എന്തെങ്കിലും പേരറിയില്ലെങ്കിലും കഥ അറിയാന്ന്. അറിഞ്ഞിട്ടല്ല, എല്ലാവർക്കും ഗസ് ചെയ്യാം. തീർച്ചയായിട്ടും പ്രെഡിക്റ്റബിൾ ആയിരിക്കുമല്ലോ. ഓക്കെ. അടുത്ത കിഴി കൂലി. ലോകേഷ് കനകരാജ് ഒരുക്കുന്ന കൂലി സിനിമ തലൈവർ 171. കൂലി സിനിമയുടെ ഷൂട്ട് ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂൺ 6 കേട്ടോ. ഫസ്റ്റ് ഷെഡ്യൂൾ ചെന്നൈയിൽ. അപ്പോൾ ഷൂട്ട് തുടങ്ങും 6-ാം തീയതി. തുടങ്ങി അല്ലേ പരിപാടി? തുടങ്ങി. പറഞ്ഞ പോലെ തന്നെ ജൂണിൽ തുടങ്ങിയിരിക്കും. റിലീസ് ഡേറ്റ് ഓൾറെഡി വന്നിട്ടില്ല. തുടങ്ങി കഴിയുമ്പോൾ പറയുമായിരിക്കും, അന്നത്തേക്ക് തീർക്കുകയും ചെയ്യും. നടക്കും. പിന്നെന്താ ഉള്ളതിനൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ആശാന്റെ പ്ലാനിങ് ഭയങ്കര അതൊരു സത്യം. അടുത്തത് ഡ്രാഗൺ. യെസ്. പ്രശാന്ത് നീലും NTR ഒരുമിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇതൊക്കെ മെയ് 20 വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ടപ്പോ കിടക്കുന്നു. അങ്ങനെയൊക്കെ നമ്മള് ഒറ്റയടിക്ക് കൊടുക്കുവോ? വന്നിട്ടില്ല. മെയ് 20 അതായത് NTRന്റെ ബർത്ത്ഡേ ആണ്, അന്ന് വരാൻ ചാൻസ് ഉണ്ട്. 21 വേറൊരു മഹാനടന്റെ ബർത്ത്ഡേ ആണ്, ലാലേട്ടന്റെ. അതിപ്പോ ഇവിടെ പറയാൻ കാരണം അല്ല, 20-21 ഒരു ദിവസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ആഘോഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. 20 NTRന്റെ, 21 ലാലേട്ടന്റെ, പിന്നെ 23 ടെർബോ സിനിമ, പിന്നെ 25 കാർത്തി. ഫുൾ ആഘോഷം. ആഘോഷം കൊണ്ട് ആഘോഷം. 24 അതിൻ്റെ ഇടയിൽ 24 4 സിനിമകൾ
24 ഏതൊക്കെ സിനിമകള്? തലവനും മന്ദാകിനി. പിന്നെ വേറെ ഏതൊന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. വേറെ ഏതൊന്നും കൂടെ ഉണ്ടായിരുന്നു. മറ്റേ കോപ്പങ്ങൾ 24. ധ്യാൻ ശ്രീനിവാസൻ നായകനാണ് സിനിമ. ആള് തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ്, ധ്യാന്. ഓക്കെ, അടുത്ത കിഴി. ഈ ഡ്രാഗൺ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് ഇതിന്റെ മുൻപുള്ള സലാറിൽ നമ്മുടെ പ്രഭാസിനെ ദിനോസറാക്കി. ശരിയാണല്ലോ. ഡ്രാഗൺ ആക്കി. ഇനി അടുത്തൊരു സിനിമ ചെയ്യുമ്പോ ഇനി എന്താക്കും എന്നുള്ളതാണ്. ഇനി സ്നേക്ക് ആയിരിക്കും, ഇനി പാമ്പും കൂടി അല്ലേ വരാനുള്ളൂ. കിങ് കോബ്ര ഒക്കെ ആയിരിക്കും. അത് ചെറുതല്ലേ, വലുതാണല്ലോ. വലുതിൽ നിന്ന് വലുതിലേക്ക് പോകുമ്പോ ഇനി അതിന്റെ മുകളിൽ എന്ത്? ഇനി കോങ്, പിന്നെ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ അത്രയും വലുതെന്ന് പറയണേ. അതെ, ഡ്രാഗൺ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഗോഡ്സിലേക്ക് ഇറക്കണ്ടേ, ഗോഡ്സിലെ കൊണ്ടേ. ഓക്കെ, അടുത്ത കിഴി. കൽക്കി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഇന്നുണ്ട്. ആൾറെഡി ഒരു അപ്ഡേറ്റ് കൂടി തന്നു കഴിഞ്ഞു. അതായത് സ്ക്രാച്ച് എപ്പിസോഡ് 4 ഇന്ന് 5 മണിക്ക് വരും. അതെന്താണെന്നറിയോ? ബുജി. ഡോറ. അപ്പൊ ഡോറ ആരാ? പ്രഭാസ്. അത് സത്യം. അതായത് നമ്മുടെ പ്രഭാസിന്റെ ഒരു വെഹിക്കിൾ ഉണ്ട് ഇതിൽ. സ്പെഷ്യലായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ഒരുപാട് ആലോചിച്ചുണ്ടാക്കിയ ഒരു ഡിസൈൻ ചെയ്ത ഒരു വെഹിക്കിളാണ്. അതിൻ്റെ പേര് ബുജി എന്നുള്ളതാണ്. അപ്പോൾ ആ വെഹിക്കിൾ എന്താണെന്നുള്ളതാണ് ഇന്ന് 5 മണിക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഭൈരവന്റെ വെഹിക്കിൾ. അടുത്തത് ഓക്കെ, ടർബോ സിനിമയില് നമ്മുടെ സുനിലിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റ് മോഹൻ. യെസ്. ഓട്ടോ മോഹനോ എന്തെന്നാ സംശയിച്ചു പോയോ? ഞാൻ പെട്ടെന്ന് സംശയിച്ചു പോയി. ഓട്ടോ ബില്ല. ഞാൻ ഓട്ടോ ഓർമ്മയുണ്ട്. ബ്ലാസ്റ്റ് മോഹൻ എന്ന് വന്നതെന്ന് കരുതി. ഞങ്ങൾക്ക് അതേ വരുള്ളൂ. ഞങ്ങൾ എൻ്റെ തമന്നക്കുട്ടിയെ ഇരുത്തി കളഞ്ഞ് ഡാൻസ് കളിച്ച ആളാണ്. അത് താരം തമന്ന രണ്ടാമതേ ഉള്ളൂ. അത് പിന്നെ തീർച്ചയായിട്ടും അതല്ലെങ്കിലും തമന്ന രണ്ടാമതല്ലേ ഉള്ളൂ. അത് വേറെ പല ആൾക്കാരുടെ ഉള്ളിൽ ഒന്നാമതെന്നൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും രണ്ടാമതൊക്കെ തന്നെ ഉള്ളൂ. എന്താണെങ്കിലും സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എന്തെന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെന്നുള്ളതാണ്. അത് ശരിയാണ്. അതൊന്നും തന്നെയാണ്. അത് അങ്ങനെ തന്നെ ചിന്തിക്കണം. അവരുടെ മനസ്സിൽ നമ്മൾ എന്ത് അതൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ ഡൗൺ ആവും. ഭൂമിയിൽ എന്തൊക്കെ നടക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നല്ലോ. പക്ഷെ നമ്മുടെ കാര്യം നമുക്ക് കുറച്ചൊക്കെ തീരുമാനിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? ബുക്കിംഗ് ബുക്കിംഗ് ഭയങ്കര ഭീകരമായിട്ടുള്ള ബുക്കിംഗ് ആണ്. മണിക്കൂറുകൾക്കകം 1 കോടിയുടെ ബുക്കിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത കിഴി. ഇന്ത്യൻ 2 അല്ല, ഇന്ത്യൻ 2 സിനിമ പുറത്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാവും. അതായത് ഇന്ത്യൻ 3യുടെ ട്രെയിലർ. വെറൈറ്റി ആയില്ലേ? കൊള്ളാം. അതായത് ഇന്ത്യൻ 3യുടെ ട്രെയിലർ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇന്ത്യൻ 2 സിനിമ ഇറക്കുന്നതെന്ന്. പക്ഷേ അതിനുവേണ്ടി ഒരു 100 കോടി അതിനൊരു സിനിമ 2.5 മിനിറ്റിന്റെ ട്രെയിലറിന് വേണ്ടിയിട്ട് ഒരു 100 കോടി പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഹെവി പ്രൊമോഷൻ. അടുത്തത് SSMB 29 സിനിമയില് പൃഥ്വിരാജ് ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്നുള്ള റൂമറുകൾ പരക്കെ വരുന്നുണ്ട്. SS രാജമൗലി പ്രൊഡക്ഷനിലുണ്ട്. ആളിപ്പോ നമ്മുടെ ഓക്സിജൻ, അതായത് ഫാദോസിനെ ശരിയാട്ടോ. പിന്നെ വേറെ സിനിമ ഉണ്ടല്ലോ, അതായത് ഒരേ ദിവസം അനൗൺസ് ചെയ്ത ഒരു പ്രത്യേക തരം ഒരു ഹാരി പോട്ടർ എന്നൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പോസ്റ്റർ വന്നായിരുന്നു. അതിന്റെ പേര് മറന്നുപോയി. അതായത് അപ്പോൾ അതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് SS രാജമൗലിയാണ്. അതുപോലെ ആളുടെ പ്രൊഡക്ഷനിൽ വരുന്ന മറ്റേതെങ്കിലും സിനിമയാണെന്നുള്ള അറിഞ്ഞുകൂടാ. അതും പറയാൻ പറ്റില്ല, അറിയില്ല. എന്തായാലും നോക്കാം. ഓക്കെ നമ്മുടെ ആഗ്രഹം ഇതാണ്, SSMB തന്നെ ഉണ്ടാവണം. അതെ, എന്നാൽ നമ്മുടെ കൂടി സിനിമയായല്ലോ. അല്ലേ അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ തന്നെ. അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് സിനിമയുടെ VFX വർക്കുകൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ളതാണ് നമ്മുടെ വെങ്കട് പ്രഭു പങ്കുവച്ചിരിക്കുന്നത്. 2 ദിവസം കൊണ്ടൊക്കെ തീരുമോ? 2 ദിവസം മുന്നേ നമ്മള് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടത്. അത് അതിന് മുൻപേ തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ തുടങ്ങിയതാണ്. അതായത് ഇത് ഷൂട്ട് നടന്ന് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇതിന്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരതിന്റെ അപ്ഡേറ്റ്സ് വരുന്നത് ഇപ്പോഴാണെന്നുള്ളൂ. എന്തായാലും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കംപ്ലീറ്റ് ആയി എന്നല്ല കേട്ടോ ഇതിന്റെ അർത്ഥം. VFX വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഔട്ട് കാണാൻ ഞാൻ ഭയങ്കര ത്രില്ലിലാണെന്നാണ്.
എന്തെങ്കിലും സാധനം പുറത്ത് വരികയല്ലേ? ഞാൻ മാത്രം ത്രില്ലായി പോവോ? അങ്ങനെ ആവാതിരുന്നാ മതി. NBK 109 പാൻ ഇന്ത്യൻ സിനിമയുടെ ഷൂട്ട് വീണ്ടും തുടങ്ങുകയാണ്. ബോബി കൊല്ലി സംവിധാനം ചെയ്യുന്ന സിനിമ, നന്ദമൂരി ബാലകൃഷ്ണ നായകനായി എത്തുന്ന സിനിമ, DQ ഒഴിവായ സിനിമ. അപ്പോൾ നാളെ തുടങ്ങും. യെസ്. ഓക്കെ, അടുത്ത കിഴി ഒരെണ്ണം എനിക്ക് കൂടുതലുണ്ടല്ലേ. പണിയെടുക്ക്. ജയ് ഗണേഷ്. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന സിനിമ. സിനിമയുടെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മനോരമ മാക്സിലാണ് സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത്. 25 മെയ് 24. അതാണ് 24 വരുന്ന 4 സിനിമ എന്ന് പറഞ്ഞല്ലേ. ഞാൻ സിനിമ തിയേറ്ററിൽ വരുന്നതിന്റെ കാര്യം മാത്രമാണ്. അതിങ്ങനെ 4 വരുന്നത്. അതൊരു തമിഴ് സിനിമയും കൂടെ ഉണ്ട്. അതിന്റെ പേര് മറന്നുപോയതാ. ഏതായിരുന്നു ഓർമ്മ കിട്ടുന്നില്ല. അതേതായിരുന്നു? ഏതോ ഒന്നുണ്ട് 24-ാം തീയതി. ഒരുപാട് അപ്ഡേറ്റ്സുകളും സിനിമയുടെ, അതായത് ഞാൻ 2 വർഷത്തിനടുത്തോളം PSC പഠിച്ചേ. അന്ന് നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ട്. എല്ലാം അറിയാം, പക്ഷെ കൺഫ്യൂഷൻസ് ആണ് വരും. ഏതൊക്കെയാണ് ആദ്യം അറിയുന്നത് പോലും നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് ചത്തു. അപ്പോൾ മാസങ്ങളും ഡേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കും. അതുപോലെ നമുക്ക് 24-നുള്ളത് മാസം മാറി കിടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ. അല്ലല്ല, അങ്ങനെയല്ല. 24 മെയ് മാസം 24 ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ജയ് ഗണേഷ് മെയ് 24-ന് OTT-യിൽ വരും. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. ഇതിന്റെ ജയപരാജയങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കും. കാരണം അത്രത്തോളം വലുതാണല്ലോ നമ്മൾ എല്ലായിടത്തും. എടുത്തതിനകത്ത് മൊത്തം വലുത്. ഓക്കെ.